ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാതീദ് ഉസ്താദ് അവറുകൾ അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. വളരെ ഒതുങ്ങി ജീവിച്ച വലിയൊരു മഹാനല്ലേ. ഞാൻ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ അതാ ഒതുക്കങ്ങൾ ബസ്സിറങ്ങിയിട്ട് അവിടുത്തെ വീട്ടിലേക്ക് കയറുന്ന അല്പം കയറ്റം കയറുന്ന പാതയിൽ വരുമ്പോൾ തന്നെ പ്രൗഢിയോടെയുള്ള വെള്ളിത്താടി നമ്മുടെ കണ്ണിൽ തെളിയുകയാണ്, കൽബിൽ തെളിയുകയാണ്. വലിയ ഹൈബത്തും വഖാറുമുള്ള വലിയ മഹാനാണ്. അവിടുന്ന് ആ വീടിന്റെ കോലായിൽ ഇരിക്കുമ്പോ ഒതുക്കങ്ങള് ബസ്സിറങ്ങിയിട്ട് വീടിന്റെ വഴിയിലേക്ക് നടക്കാൻ കാല് വിറയ്ക്കുകയാണ്. അടുത്തു ചെന്നാൽ ഇത്രയേറെ സിമ്പിളായ ഒരാളെ കാണാനില്ല. ഞങ്ങൾക്ക് അവിടുന്ന് പഠിക്കാൻ ഭാഗ്യം കിട്ടിയവരല്ല. ഞങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ അതിന്റെ ശിഷ്യന്മാരോ ആണ്. പക്ഷേ അവിടുന്ന് വഫാത്തായ ആ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ സന്ദർഭവശാൽ 2 or 3 പ്രാവശ്യം ഉസ്താദിനെ കാണാൻ അവസരം കിട്ടി. അവിടെ ചെല്ലുമ്പോൾ എന്തൊരു വലിയ ഹൈബത്താണ്, വലിയ വഖാറാണ്. അടുത്തു ചെന്നിരിക്കുമ്പോൾ ഏതൊരു ചെറിയ മുതഅല്ലിമിനോടും വാത്സല്യമാണ്. അവിടുന്ന് വഫാത്തായി കിടക്കുമ്പോൾ ആയിരുന്ന മഹാൻ അവിടുത്തെ മുഖത്ത് പ്രഭാവമേറ്റിക്കൊണ്ട് കിടക്കുന്നു എന്നല്ലാതെ അവര് വിട പറഞ്ഞു എന്ന് പറയാൻ തോന്നുന്നില്ല. അടുത്തു നിന്ന് സേവനം ചെയ്യുന്നതാരാണ്? ഖമറുൽ ഉലമാ ഉസ്താദ് അവറുകളാണ്. അവിടുത്തെ ഗുരുവര്യരാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന മുഴുവൻ വലിയ നേതാക്കൾ അലിമീങ്ങളുടെയും ഉസ്താദായിരുന്നല്ലോ ഉസ്താദുൽ അസാതീദ്. ഗുരുവര്യരുടെ മുഴുവനും ഗുരുവര്യരായ അബൂ ഇസ്ഹാഖ് ശിറാസി തങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരു നാട്ടിലേക്ക് ചെന്നാൽ അവിടുത്തെ ഖാദിയോ അവിടുത്തെ ഖതീബോ അവിടുത്തെ ഇമാമോ അവിടുത്തെ മുഅല്ലിമോ എല്ലാവരോടും ചോദിച്ചാൽ അബൂ ഇസ്ഹാഖ് തങ്ങളുടെ ശിഷ്യനോ ശിഷ്യന്റെ ശിഷ്യനോ അവിടുത്തെ ശിഷ്യനോ ആയിരിക്കും. അത്രയും വലിയ നേതാവായിരുന്നു എന്ന് അബൂ ഇസ്ഹാഖ് ശിറാസി തങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ സമീപകാലത്ത് കേരളത്തിൽ കഴിഞ്ഞുപോയ മഹാനാണ് ഉസ്താദുൽ അസാതീദ് അശ്ശൈഖ് സൈനുദ്ദീൻ റഹിമഹുല്ലാഹ്. പ്രിയമുള്ളവരെ, അവർക്കാരും അറിയണമെന്ന മോഹമില്ല. പക്ഷേ ലോകത്തിന് അവിടുത്തെ മറക്കാൻ കഴിയുന്നില്ല. ആയിരക്കണക്കിന് ആലിമീങ്ങളുടെ ഇൽമിന്റെയും ദർസിന്റെയും പ്രതിഫലം ഇപ്പോഴും അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നാഫിയായ ഇൽമ് തരട്ടെ. പറഞ്ഞത് അവര് വഫാത്തായപ്പോൾ എന്റെ ഓർമ്മയിൽ 30-ലേറെ പ്രാവശ്യം ജനാസ നിസ്കരിച്ചിട്ടുണ്ട്. ബഹറുൽ ഉലൂമിൻ ജീവിത ചരിത ഗീതം, ബഹറുൽ ഉലൂമിൻ ജീവിത ചരിത ഗീതം, മലബാറിനോളം തഴുകും പൂങ്കാറ്റെന്നത് പാടിയ ഗാനം, സുബഹിക്ക് മീനാരങ്ങളിലുയരും രാഗം, പുകളുകൾ പാടും കിളികൾ ചുണ്ടിലൊളിപ്പിച്ചുള്ളൊരു താളം, ബഹറുൽ ഉലൂമിൻ ജീവിത ചരിത ഗീതം, ബഹറുൽ ഉലൂമിൻ ജീവിത ചരിത ഗീതം.